കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ സെന്റർ ഫോർ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ കേരളയുടെ കീഴിൽ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി സ്ഥാപിക്കുന്നത് 2002, 2003, 2004 കാലഘട്ടങ്ങളിൽ കേരളത്തിന്റെ പ്രാതിനിധ്യം സെൻട്രൽ സിവിൽ സർവീസിൽ വളരെ വളരെ കുറവായിരുന്ന കാലഘട്ടത്തിൽ, ഇല്ല എന്ന് തന്നെ പറയാം എന്നുള്ളൊരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിൽ ഒരു സിവിൽ സർവീസ് അക്കാദമി തുടങ്ങിക്കൂടാ എന്ന ചിന്തയിൽ നിന്നാണ് നമ്മുടെ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ബാബു പോൾ സാറിന്റെയും മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി മോഹൻദാസ് സാറിന്റെ നേതൃത്വത്തിൽ കേരളത്തിലൊരു കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി 2005 സ്ഥാപിക്കുന്നത്. 2005 സ്ഥാപിച്ച വർഷം തന്നെ 8 പേരിലധികം സിവിൽ സർവീസിനെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് വിജയത്തിന്റെ ജൈത്രയാത്രയായിരുന്നു. നമ്മൾ ഈ നാളിതുവരെ ഏതാണ്ട് 300-ൽ പരം പ്രതിഭകളെ ബ്യൂറോക്രസിയുടെ ഉത്തുംഗ ശ്രേണിയിൽ എത്തിക്കാൻ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ദേശീയ തലത്തിൽ 1-ാം റാങ്ക്, 2-ാം റാങ്ക്, 4-ാം റാങ്ക് തുടങ്ങി ഒട്ടേറെ ഉന്നത റാങ്കുകൾ വാരിക്കൂട്ടാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്തിടെ നാഗാലാൻഡിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ചീഫ് സെക്രട്ടറിമാരുടെ സംഘം നമ്മുടെ അക്കാദമി വിസിറ്റ് ചെയ്യുകയും ഇവിടുത്തെ പാഠ്യരീതികൾ കണ്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കുകയും അത് അവിടെ പ്രാവർത്തികത്തിൽ എത്തിക്കാൻ അവർ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഒരു പ്രത്യേകത, കേരളത്തിൽ ഒട്ടേറെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിലും എന്താണ് നമ്മുടെ അക്കാദമി വ്യത്യസ്തമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയിൽ എല്ലാ വിഭാഗം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും അവർക്ക് സൗകര്യമാംവിധം സമയക്രമം ഉണ്ടാക്കി വേണ്ട രീതിയിലുള്ള കോഴ്സുകൾ വിഭാവനം ചെയ്ത് നടത്തുന്നുണ്ട്. മാത്രവുമല്ല, പരമപ്രധാനമായ ഒരു കാര്യം, കേരള സർക്കാർ സിവിൽ സർവീസ് അഡോപ്ഷൻ സ്കീം എന്ന സ്കീമിൽ പ്രിലിമിനറി പാസ്സായ ഏതൊരു കുട്ടിയെയും പിന്നീട് ഒരു ദത്തെടുത്ത് സിവിൽ സർവീസ് അഡോപ്ഷൻ സ്കീമിൽ അവർക്കുള്ള മെയിൻസ് കോച്ചിങ്, ഇന്റർവ്യൂ കോച്ചിങ്, ഇവിടെ നിന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ന്യൂഡൽഹിയിലേക്ക് പോകാനും തിരിച്ചു വരാനും ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ കേരള ഹൗസിൽ 10 ദിവസത്തെ താമസവും ഭക്ഷണവും ഉൾപ്പെടെ മുഴുവൻ ചിലവുകളും കേരള സർക്കാർ ഈ അഡോപ്ഷൻ സ്കീമിൽ വഹിക്കുകയാണ്. അപ്പൊ കേരളത്തിൽ സിവിൽ സർവീസിനൊരു തരംഗമുണ്ടാക്കാനും സിവിൽ സർവീസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും നമ്മുടെ യുവാക്കളെയും യുവതികളെയും പ്രാപ്തരാക്കാനുള്ള പരിശ്രമമാണ് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി നടത്തിക്കൊണ്ടിരിക്കുന്നത്.